ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ടെയിൽവിൻഡ് CSS ബാക്ക്ഗ്രൗണ്ട്സ്, ഷാഡോസ്, അതുപോലെ ഇമേജസിന് ഫിൽറ്റേഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ എന്താണ് ഫ്ലെക്സ് ബോക്സസ്, ഗ്രിഡ് ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും നമസ്കാരം സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെബ് ഡിസൈനിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട്സ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ ഇതൊരു ടെയിൽവിൻഡ് CSS ഫ്രെയിംവർക്കിന്റെ സീരീസ് ആണ്. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവര് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇവരുടെ ഡോക്യുമെന്റേഷനിൽ പോയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ Ctrl/ അടിച്ച് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന്റെ മോഡ്യൂൾസ് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇന്ന് അധികം ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അധികം പറയുന്നില്ല. അതായത് BG ഹൈഫൻ ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് കളർ പാലറ്റിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർബിട്രറി കളേഴ്സും സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഫസ്റ്റ് പൊസിഷൻ സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് സാധാരണ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എന്നൊക്കെ പറഞ്ഞ പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാറില്ലേ. ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് CSS അതിന് ഇവിടെ BG_bottom, BG_ center, BG_ left ഈ ക്ലാസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡെമോ ഇവര് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമേജ് തന്നിട്ട് ഇതാണ് ലെഫ്റ്റ്, ബോട്ടം, അതുപോലെ ടോപ്പ്, റൈറ്റ്, ലെഫ്റ്റ് എല്ലാത്തിന്റെയും സാമ്പിളും സാമ്പിൾ കോഡും ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് റിപ്പീറ്റ് ആണ്. അതായത് നമ്മൾ റിപ്പീറ്റ് ആയിട്ടും യൂസ് ചെയ്യും, അതുപോലെ നോ റിപ്പീറ്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് ഇമേജസിനെ. രണ്ട് പ്രോപ്പർട്ടിയും സെറ്റ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റിന് ഇവിടെ ജസ്റ്റ് BG_repeat, BG_non repeat. അതുപോലെ തന്നെ റിപ്പീറ്റ് ഡയറക്ഷൻ X ആക്സിസ് ആണോ Y ആക്സിസ് ആണോ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ റേഡിയസ് റൗണ്ടഡ് ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവേ. ഇത് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെച്ചിട്ട് എല്ലാം കാണിച്ചു തരാം, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇനി ഫൈനൽ യൂട്ടിലിറ്റി ക്ലാസ് അതിന്റെ സൈസ് ആണ്. അതായത് നമുക്ക് മൂന്ന് വിധത്തിൽ സെറ്റ് ചെയ്യാം. ഓട്ടോ, അതായത് ആ ഇമേജിന്റെ ഡിഫാൾട്ട് സൈസ് എന്താണോ അത് വരും. അല്ലെങ്കിൽ ഇത് സ്ട്രെച്ച് ചെയ്തിട്ട് എൻ്റയർ പേജിൽ വന്ന് നിൽക്കുന്ന പോലെ കവർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ഡിവിഷനിൽ സ്ട്രെച്ച് ചെയ്യാതെ കറക്റ്റ് അതിന്റെ ഫോർമാറ്റിൽ വന്ന് നിൽക്കുന്ന പോലെ കണ്ടെയ്ൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സും യൂസ് ചെയ്യാം. ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സൈസ്, ഓട്ടോ, കവർ, കണ്ടെയ്ൻ ഒക്കെ ഓൾറെഡി CSS ടെയിൽവിൻഡ് CSS ഇതൊക്കെയാണ് അതിന്റെ CSS ക്ലാസ്സസ്. ഫൈനലി ബാക്ക്ഗ്രൗണ്ട് ഇൻഗ്രീഡിയന്റ് ഞാനിപ്പോ പറയുന്നില്ല, അത് ഞാൻ നെക്സ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. സോ നമുക്ക് ആദ്യം ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് CSS ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഇമേജിന്റെ CSS ക്ലാസ്സസ്, അതായത് നമ്മളിപ്പോ കണ്ട പൊസിഷൻ, സൈഡ്സ്, ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഫസ്റ്റ് ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ട് ടീല് 400 ആണ് അതിന്റെ ഷെയ്ഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹൈറ്റ് ഞാൻ സ്ക്രീൻ, അതായത് വ്യൂ പോർട്ട് ആണ് സെറ്റ് ചെയ്യുന്നത്. ബ്രൗസറിന്റെ എൻ്റയർ ഹൈറ്റ്, വിഡ്ത്ത് ഫുള്ള് സെറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ സ്റ്റൈൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യുവാണ്. ഞാൻ ഓൾറെഡി ഇവിടെ 2 ഇമേജ്, പ്ലാനറ്റ്സും സിസ്റ്റവും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് ഈ ഫോൾഡറിൽ തന്നെ ഇമേജ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഇമേജ് നെയിം കൊടുത്താൽ പോരെ. നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഞാൻ URL പ്രോപ്പർട്ടിയിൽ ഈ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടെയിൽവിൻഡ് ക്ലാസ് അപ്ലൈ ചെയ്യാം. ആദ്യം എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട, സോ ഞാൻ നോ റിപ്പീറ്റ് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് സൈസ് കണ്ടെയ്ൻ, അതായത് സ്ട്രെച്ച് ചെയ്യാതെ ഈ ഡിവിഷനിൽ തന്നെ സെറ്റ് ചെയ്ത് വന്നാൽ മതി. സോ ഞാൻ കണ്ടെയ്ൻ ആണ് സെറ്റ് ചെയ്യുന്നത്. ഫൈനലി പൊസിഷൻ ഞാൻ സെന്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഒട്ടും സ്ട്രെച്ച് ചെയ്യാതെ ആ ഇമേജ് നമ്മൾ ആ കൊടുത്ത സെന്ററിൽ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നോൺ റിപ്പീറ്റ് ആണ്. നമുക്ക് ഈ റിപ്പീറ്റ് മാറ്റിയിട്ട് നോ റിപ്പീറ്റ് മാറ്റിയിട്ട് റിപ്പീറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഞാൻ അഗെയിൻ നോ റിപ്പീറ്റ് കൊടുക്കുവാണ്. ഇനി കണ്ടെയ്ൻ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്കൊന്ന് കവർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എന്തായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇമേജ് സ്ട്രെച്ച് ആയിട്ട് എൻ്റയർ പേജിൽ വരും. ഇനി അഗെയിൻ കണ്ടെയ്നിലേക്ക് തന്നെ മാറ്റിയിട്ട് പൊസിഷൻ നമുക്ക് ലെഫ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ. അപ്പൊ ഇതുപോലെ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട ക്ലാസ്. അതിന്റെ സൈസ്, റിപ്പീറ്റേഷൻ, പൊസിഷൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള CSS ക്ലാസ്, അതായത് അതിന്റെ X ആക്സിസ്, Y ആക്സിസ് ഉള്ള റിപ്പീറ്റേഷനും അതുപോലെ ഡിഫറെന്റ് പൊസിഷനും ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ ഞാൻ ഇതൊന്ന് കമന്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമുക്ക് ഷാഡോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം.
അതായത് നമുക്കൊരു ഡിവിഷൻ ഒക്കെ വരുമ്പോൾ അതിന് ഔട്ടർ ഷാഡോയും ഇന്നർ ഷാഡോയും സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഔട്ടർ ഷാഡോയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഹൈഫൻ അതിന്റെ മെഷർമെന്റ് കൊടുക്കുക. ഇവിടെ സ്മോള്, അതുപോലെ ഡീഫാൾട്ട്, മീഡിയം, ലാർജ്, എക്സൽ, ട്രിപ്പിൾ എക്സൽ, അതുപോലെ തന്നെ ഇന്നർ ഷാഡോയാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇന്നർ, ഫൈനലി നൺ, ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ സ്മോൾ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ RGB കളർ 000, അതായത് വൈറ്റ് ആയിരിക്കും വരുന്നത്. ഒപ്പാസിറ്റി 0.05 വരും. അതേപോലെ മീഡിയം ആണെന്നുണ്ടെങ്കിൽ സെയിം കളർ തന്നെ. സൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഒപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും കേട്ടോ. അപ്പൊ ഇവിടെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ സൈസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നതെന്നുള്ള എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന്റെ ഹൈറ്റ് ആയിട്ട് ഞാനൊരു 20 ആണ് കൊടുക്കുന്നത്. വിഡ്ത്ത് അഗെയിൻ 20 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ മാർജിൻ ഒരു 4 സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാ ഡയറക്ഷനിൽ നിന്നും 4 അപ്ലൈ ആയിക്കോളൂല്ലോ. ഇനി നമുക്ക് ഷാഡോ കൊടുക്കാം. ഷാഡോയ്ക്ക് ഞാൻ ആദ്യം ലാർജ് ആണ് അതിന്റെ ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. ഷാഡോ ഹൈഫൻ ലാർജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ആ 20 ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ 20 അല്ലേ ഡയമെൻഷൻ കൊടുത്തത്. അപ്പൊ ഇതോട് ഷാഡോ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര വിടുത്തില്ല. അതിന്റെ 4 കോർണറിലും ആ ഷാഡോ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാർജിന് പകരം ഒരു 2XL സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കണ്ടില്ലേ, കുറച്ചും കൂടി ആ ഷാഡോ വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഔട്ടർ ഷാഡോയ്ക്ക് പകരം ഇന്നർ ഷാഡോ ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഷാഡോ ഹൈഫൻ ഇന്നർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്നർ ക്ലാസ് സെറ്റ് ചെയ്താൽ മതി. അപ്പൊ കണ്ടില്ലേ, ആ ബോക്സിന്റെ അകത്ത് ആ ഷാഡോ സെറ്റ് ചെയ്ത് വന്നു. അപ്പൊ മേലെ കാണുന്നുണ്ടാവും തോന്നുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഷാഡോ കളർ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഷാഡോ കളർ സെറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഷാഡോന്റെ ഡയമെൻഷൻ കൊടുക്കും. അപ്പൊ ഞാൻ 2XL ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷാഡോ ഹൈഫൻ കളർ ഏതാണോ കളറും അതിന്റെ ഷെയ്ഡും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ടീല് 500 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷാഡോയില് വന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കും അല്ലെ, ഇത് കാണുന്നുണ്ടാവും അല്ലെ. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഗ്രേഡിയന്റ് നമ്മൾ CSSൽ സെറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അതേ യൂട്ടിലിറ്റി ക്ലാസ്സസ് ഇവിടെയും അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഗ്രേഡിയന്റ് ഡയറക്ഷൻ ആണ്. നമ്മൾ CSSൽ ചെയ്തപ്പോൾ തന്നെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ടു റൈറ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഫ്രം കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. P കളറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2 കളർ സെറ്റ് ചെയ്യാം. 2 ഹൈഫൻ കളർ അതിന്റെ ഷെയ്ഡ് കൊടുക്കുക. ഇനി ഇൻ ബിറ്റ്വീൻ മിഡിലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ VR കൊടുത്തിട്ട് അതിന്റെ കളറും ഷെയ്ഡും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എഗെയിൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഡിവിഷന് ക്ലാസ് ഫസ്റ്റ് BG ഗ്രേഡിയൻ ടു റൈറ്റ് കൊടുക്കുന്നു. എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഫ്രം കളർ സെറ്റ് ചെയ്യുക. ഫ്രം എനിക്ക് സിയാൻ 500 ആണ് കൊടുക്കുന്നത്. ഇൻ ബിറ്റ്വീൻ എനിക്ക് ബ്ലൂ 500 കൊടുക്കുന്നു. 2 ഞാൻ കൊടുക്കുന്നത് ടീലാണ്. ഇനി ഞാൻ ഈ ഡിവിഷന് കുറച്ച് ടെക്സ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനൊരു ഹൈറ്റ് ഒരു 40 സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അതുപോലെ മാർജിൻ ഒരു 4 കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഗ്രേഡിയന്റ് ഇവിടെ വന്നിട്ടുണ്ട്. സിയാൻ ബ്ലൂ ഫൈനലി ടീലിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ടീല് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ യെല്ലോ എന്ന് കൊടുക്കാം. ഇതുപോലെ എത്ര ഇൻ ബിറ്റ്വീൻ അതുപോലെ എത്ര കളേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഒരു VI കൂടെ അപ്ലൈ ചെയ്തിട്ട് ഗ്രീൻ ഒരു 800 ഷെയ്ഡ് കൊടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ആ 4 കളേഴ്സ് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട്സും അതിന്റെ ഷാഡോസും സെറ്റ് ചെയ്യുന്ന മെയിൻ ക്ലാസ്സസ്. അപ്പൊ ഇവരുടെ ഡോക്യുമെന്റേഷനിൽ ഡിഫറെന്റ് സ്റ്റൈൽസും കളേഴ്സും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുന്ന ഗ്രേഡിയൻസ് ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് HTML എലമെന്റ്സ് എങ്ങനെയാണ് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള യൂട്ടിലിറ്റി ക്ലാസ് ബോർഡർ ഹൈഫൺ മെഷർമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബൈ ഡിഫാൾട്ട് നമ്മൾ ബോർഡർ കൊടുക്കുകയാണെങ്കിൽ ആ എലമെന്റിന്റെ ഡിവിഷൻ എടുക്കുന്നതെങ്കിൽ 4 സൈഡിലും ഒരു ബോർഡർ അപ്ലൈ ആവും. പിന്നെ ബോർഡർ 2, 4, 8 വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിന്റെ സൈഡ്, അതായത് X ആക്സിസിൽ മാത്രമാണോ Y ആക്സിസിലാണോ അതോ ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം, ടോപ്പ് ഒക്കെ ഇത് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് മെഷർമെന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോർഡർ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബോർഡർ ഹൈഫൺ നമുക്ക് കളറും അതിന്റെ കറസ്പോണ്ടിങ് ഷെയ്ഡ് ഏതാണോ വരുന്നത് അതും കൊടുക്കാം.
പിന്നെ ബോർഡർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ബോർഡേഴ്സ് നമ്മൾ CSS യൂസ് ചെയ്യാറില്ലേ. സോളിഡ്, ഡാഷ്ഡ് ലൈൻസ് വരും, ഡോട്ടഡ് ലൈൻസ്, ഡബിൾ ലൈൻ ഒക്കെ വരുന്നില്ലേ. അതുപോലെ ഹിഡൻ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഹിഡൻ ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം ബോർഡർ ആവശ്യമില്ലാത്തടത്ത്. അപ്പൊ ഇത്രയാണ് ബോർഡറിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്. അപ്പൊ നമുക്ക് എങ്ങനെയാ വരുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് എല്ലാ സൈഡിലും ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡിവിഷന് എല്ലാ സൈഡിലും ബോർഡർ വരുന്ന പോലെയാണ് ചെയ്യുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ട് ടീലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 400 ആണ് അതിന്റെ ഷെയ്ഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വിഡ്ത്ത് ആയിട്ട് ഒരു 40 സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹൈറ്റും ഒരു 40 സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഓൾ അറൌണ്ട് ബോർഡർ ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ബോർഡർ കളർ കൊടുക്കാം. ബോർഡർ ഹൈഫൻ എനിക്ക് ടീൽ 400 ആണ്. ടീൽ അല്ലേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ. ലൈം 400 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗസറിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ലൈൻ കളർ ബോർഡർ അതിന്റെ 4 സൈഡിലും വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഹൈറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക കേട്ടോ. ഹൈറ്റ് ഞാനൊരു 20 കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു മാർജിൻ ഒരു 4 കൊടുക്കുവാണ്. കണ്ടില്ലേ, ബോർഡർ വിസിബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബോർഡർ വിഡ്ത്ത് അപ്ലൈ ചെയ്യാം. സോ ഇതൊരു കണ്ടെയ്നർ ഡിവിഷൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഒരു ചൈൽഡ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ചൈൽഡ് ഡിവിഷന് ഓൾ റൗണ്ട് എന്നാണ് അതിന്റെ ക്യാപ്ഷൻ സെറ്റ് ചെയ്യുന്നത്. സോ ബോർഡർ 4 സൈഡിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അതുപോലെ അപ്ലൈ ആവും. സ്പെസിഫിക് ആയിട്ടൊരു ഇത് കൊടുത്തില്ലെങ്കിൽ. നെക്സ്റ്റ് ബോർഡർ ഹൈഫൻ ഞാൻ വിഡ്ത്ത് കൊടുക്കുന്നത് ഒരു 4 ആണ്. നെക്സ്റ്റ് ബോർഡർ കളറും കൊടുക്കാം. ബോർഡർ അഗെയിൻ നമുക്കൊരു യെല്ലോ കൊടുക്കാം, ഒരു 400. ഞാൻ അല്ലെങ്കിൽ ടീൽ കൊടുക്കാം. ഞാൻ ഇതിന്റെ ഔട്ടർ ഡിവിഷന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇനി അതിന് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കൊടുത്ത പോലെ ഓപ്പോസിറ്റ് കൊടുക്കാം, അതായത് ലൈം കൊടുക്കാം. അതുപോലെ മാർജിൻ അഗെയിൻ ഒരു 3 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, അപ്പൊ നമ്മൾ ആ കൊടുത്തിരിക്കുന്നത് 4 ആയതുകൊണ്ട് 4ന്റെ കറസ്പോണ്ടിങ് എമൗണ്ട് 4 പിക്സൽ ആണ്. അത്രയും വിഡ്ത്തില് ഈ ഒരു ഡിവിഷന് ബോർഡർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സൈഡിനാണ് ബോർഡർ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ എക്സ് ആക്സിസിന് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ്. സോ ബോർഡർ ഹൈഫൺ എക്സ് ആക്സിസ്, അതിന്റെ ബോർഡർ റേഡിയസ് 2 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ബോർഡർ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബോർഡർ ഹൈഫൻ അതിന്റെ കളർ ആയിട്ട് ഞാൻ ഇൻഡിഗോ ആണ് കൊടുക്കുന്നത്. ഇൻഡിഗോ ഡോട്ട് ഞാൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടീലാണ് 400 ഷെയ്ഡ് സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് മാർജിൻ ഒരു 3 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി എക്സ് ആക്സിസ് എന്നാണ് ഞാൻ അതിന് ക്യാപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, എക്സ് ആക്സിസ് 2 സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൈറ്റ് ഒരു 50 ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ സാധനം തന്നെ വൈ ആക്സിസിന് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. സൈഡ് ഞാൻ വൈ ആക്സിസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് ടോപ്പ് ആണ് വരേണ്ടതെങ്കിൽ ടി കൊടുക്കുക. ടോപ്പ് ബോർഡർ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ ബോട്ടം വരണമെങ്കിൽ ബി സെറ്റ് ചെയ്ത് കൊടുക്കുക. ബോട്ടം ബോർഡർ. നെക്സ്റ്റ് ലെഫ്റ്റിന് എല്ല് കൊടുക്കുക. അതുപോലെ തന്നെ റൈറ്റ് കൊടുക്കണമെങ്കിൽ 6 കൊടുക്കുക. ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ, ഇനി ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ബോർഡർ നൺ ക്ലാസ് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ബോർഡറിന് ഒരു സ്റ്റൈലും കൂടെ അപ്ലൈ ചെയ്യാം. അതായത് ബോർഡർ ഡാഷ്ഡ് ലൈൻ കൊടുക്കുവാണ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഡാഷ്ഡ് ലൈൻ വരും. അതുപോലെ ഡോട്ടഡ് ലൈൻ വരണമെങ്കിൽ ഡോട്ടഡ് ലൈൻ വരുന്നെങ്കിൽ ഡോട്ടഡ് കൊടുത്താൽ മതി. നിങ്ങളുടെ പ്രൊജക്റ്റിലൊക്കെ വരുമ്പോൾ റിക്വയർമെന്റിനനുസരിച്ചിട്ട് ബോർഡർ റേഡിയസ് ആണെങ്കിലും അതിന്റെ സ്റ്റൈലും എല്ലാം ചൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ബോർഡറിൽ ലാസ്റ്റ് ടോപ്പിക് ബോർഡർ റേഡിയസ് ആണ്.
അപ്പൊ നമുക്ക് ഇതുപോലെ കോർണേഴ്സ് റൗണ്ടഡ് ആയിട്ട് വരണം, അല്ലെങ്കിൽ ഒരു ഫുൾ റൗണ്ടഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, ലാർജ് മീഡിയം ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൗണ്ടഡ് ഹൈഫൻ അതിന്റെ എമൗണ്ട് കൊടുത്താൽ മതി. സ്മോള്, മീഡിയം, ലാർജ്, എക്സ്ട്രാ സ്മോള്, ലാർജ്, ട്രിപ്പിൾ എക്സൽ, 3XL, അതുപോലെ ഫുള്ള്, അതിന് ഡിഫറെന്റ് മെഷർമെന്റ്സ് അവൈലബിൾ ആണ്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതൊന്ന് കമന്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ഞാനൊരു കണ്ടെയ്നർ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് ഹൈറ്റ് ആയിട്ട് ഞാനൊരു 50 ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വിഡ്ത്ത് ആയിട്ടൊരു 40 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. മാർജിൻ ഒരു 3 കൊടുക്കുന്നു. ഇനി ഇതിന്റെ അകത്തൊരു ചൈൽഡ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ട് ഞാനൊരു ലൈം 400 ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റൗണ്ടഡ് ആണ് ബോർഡർ കൊടുക്കുന്നത്. റൗണ്ടഡ് ഡിഫാൾട്ട് ആയിട്ട് റൗണ്ടഡ് കൊടുക്കുമ്പോൾ 4 സൈഡിലും അപ്ലൈ ആവും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ബോർഡർ റൗണ്ടഡ് ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുക്കുവാണ്. നമ്മൾ നേരത്തെ ഡോക്യുമെന്റേഷനിൽ കണ്ട പോലെ അതിന്റെ കോർണർ റൗണ്ടഡ് ഫോർമാറ്റിലായി. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ലാർജ് കൊടുക്കാം. LG കൊടുക്കുവാണ്. ഞാൻ അതിന്റെ ക്യാപ്ഷന്റെ കൂടെ ലാർജ് എന്നും കൂടി ആഡ് ചെയ്യുവാണേ. മാർജിൻ അഗൈൻ ഒരു 3 കൊടുക്കുവാണ്. അപ്പൊ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒന്നും കൂടെ റൗണ്ടഡ് ആയില്ലേ. ഇനി നമുക്ക് ഫുൾ റൗണ്ടഡ് ആണ് കിട്ടണമെങ്കിൽ റൗണ്ടഡ് ഹൈഫൺ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫുൾ റൗണ്ടഡ് ആയിട്ടുള്ള ഡിവിഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇത് കണ്ടില്ലേ. ഈ ഡോക്യുമെന്റേഷനിൽ തന്നെ ഇതിന്റെ യൂസ് കേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പിൽ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റൗണ്ടഡ് ഫുള്ളി യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. റൗണ്ടിങ് നൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് സാധാരണ ബോർഡർ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയായിരിക്കും വരിക. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ബോർഡേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള യൂട്ടിലിറ്റി ക്ലാസ്സസ്. നിങ്ങൾ ഈ ഡോക്യുമെന്റേഷനിൽ ചെക്ക് ചെയ്താൽ മതി. എല്ലാ ക്ലാസ്സസും വിത്ത് എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടെയിൽവിൻ CSS ഫിൽറ്റർ ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഫിൽറ്റേഴ്സ് സാധാരണ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതൊരു HTML എലമെന്റ്സ്, എസ്പെഷ്യലി നമുക്ക് ഇമേജസിന് അതിന്റെ അപ്പിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ വിഷ്വൽ ഇഫക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഫിൽറ്റേഴ്സ് ഏതൊക്കെയാ? കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, ബ്ലർ, അല്ലെങ്കിൽ സാച്ചുറേഷൻ, ഗ്രേ സ്കെയിൽ ഒക്കെ അപ്ലൈ ചെയ്യും അല്ലെ. ഈ CSS വാല്യൂസിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് യൂട്ടിലിറ്റി ക്ലാസ്സസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് കോൺട്രാസ്റ്റ് എടുക്കാം. കോൺട്രാസ്റ്റിന്റെ ക്ലാസ് കോൺട്രാസ്റ്റ് ഹൈഫൺ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കുക. വാല്യൂസ് ഇവിടെ 0 തൊട്ട്, അപ്പൊ 0 നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒറിജിനൽ ഇമേജ് തന്നെ ആയിരിക്കും വരിക. പിന്നെ നമുക്ക് അതിന്റെ കളർ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാം. 50 തൊട്ട് 200 വരെയുള്ള വാല്യൂസ് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ഹൈഫൺ സ്റ്റാർ കൊടുക്കുക. സ്റ്റാർ നിങ്ങൾക്ക് ഏതാണോ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത് അത് കൊടുത്താൽ മതി. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 50, 100, 125, 200 സെറ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഫോൾഡറിൽ ഒരു ഇമേജും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. nature.jpg എന്ന് പറഞ്ഞ ഈ ഇമേജിനാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഞാൻ ഫ്ലെക്സ് കണ്ടെയ്നർ ആഡ് ചെയ്യുന്നു. അതായത് എനിക്ക് മൾട്ടിപ്പിൾ ഇമേജസിന് ഡിഫറെന്റ് ബ്രൈറ്റ്നസ് കൊടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പാഡിങ് മാർജിൻ ഞാനൊരു 3 ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാഡിങ്ങും ഞാനൊരു 5 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ഇനി ഇതിന്റെ അകത്ത് ഞാനൊരു ഇമേജ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ഇമേജ് ടാഗിന്റെ സോഴ്സ് ആയിട്ട് ഞാൻ എന്റെ ഫോൾഡറിൽ തന്നെയുള്ള നേച്ചർ ഇമേജിനെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെയിൽവിന്റെ ക്ലാസ് അപ്ലൈ ചെയ്യാം. ഞാനൊരു ആർബിട്രറി ഹൈറ്റും വിട്ടും ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഹൈറ്റ് ആയിട്ട് 30 പിക്സൽ കൊടുക്കുന്നു. സെയിം തന്നെ വിട്ട് ആയിട്ടും 30 പിക്സൽ തന്നെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോൺട്രാസ്റ്റ് വാല്യൂ അപ്ലൈ ആണ്. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് 50 ആണ്. ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് സെക്കൻഡ് ഇമേജിന് 100 കൊടുക്കുന്നു. തേർഡ് ഇമേജിന് 150 സെറ്റ് ചെയ്യുന്നു. ഫൈനൽ ഇമേജിന് 200 കൊടുക്കുന്നു. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, 50 തൊട്ട് 200 വരെയുള്ള കോൺട്രാസ്റ്റ് വാല്യൂസ് നമുക്ക് ആ ഇമേജിന്റെ അപ്പിയറൻസിൽ തന്നെ ഡിഫറൻസ് കാണാം അല്ലെ. ഇനി രണ്ടാമത്തത് ബ്രൈറ്റ്നസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലെ. ബ്രൈറ്റ്നസ് ആണ് അതിന്റെ ക്ലാസ് നെയിം. ഹൈഫൺ നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കാം. വാല്യൂസ് നോക്കിയിട്ടുണ്ട് 0 മുതൽ 200 വരെയാണ്. ഇവിടെ ആണെങ്കിൽ കുറച്ച് വാല്യൂസ്, അതായത് 50, 75, 100 അങ്ങനെ 125ന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നത്. ഇവിടെ 50, 75, 90, 95, 100, 105 വാല്യൂസ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ബ്രൈറ്റ്നസ് അപ്ലൈ ചെയ്യാം. സോ ഞാൻ ആദ്യം ഇതൊന്ന് കമന്റ് ചെയ്യുവാണ്. കോൺട്രാസ്റ്റിന് പകരം ബ്രൈറ്റ്നസ് കൊടുക്കുന്നു. ബ്രൈറ്റ്നസ്
ഫസ്റ്റ് വൺ നമുക്ക് 50 തന്നെ സെറ്റ് ചെയ്യാം. 100, 150, 200 സെയിം മെഷർമെന്റ് ആണ്. അപ്പോൾ ബ്രൈറ്റ്നെസ് കൊടുക്കുക, ഹൈഫൺ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ 50, 100, 150, 200 റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഗ്രേ സ്കെയിൽ ക്ലാസ് കൊടുക്കാം. ഗ്രേ സ്കെയിൽ എന്താ, ഒരു ഗ്രേ ഷെയ്ഡ് ആഡ് ചെയ്യൂലേ, അതിന് 2 വാല്യൂസേ ഉള്ളൂ. ഗ്രേ ഷെയ്ഡ് 0 ആണെങ്കിൽ അതിന്റെ ഒറിജിനൽ ഇമേജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, ആ ഇമേജിന്റെ കളർ തന്നെ. ഇനി ഗ്രേ സ്കെയിൽ കൊടുക്കുവാണെങ്കിൽ അത് 100% ആ ഗ്രേ ഷെയ്ഡിലേക്ക് ചേഞ്ച് ആവും. സോ ഞാൻ അഗൈൻ ഇതിനെ ഒന്ന് കമന്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഫസ്റ്റ് ഗ്രേ സ്കെയിൽ ഗ്രേ സ്കെയിൽ -0 കൊടുക്കുക, ഒറിജിനൽ ഇമേജ് ആയിരിക്കും വരിക. നെക്സ്റ്റ് ഗ്രേ സ്കെയിൽ കൊടുക്കുക, അപ്പൊ ഫുൾ ഗ്രേ ഷെയ്ഡിലേക്ക് സെറ്റ് ആവും. ഇവിടെ ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജും ഇതാ ഗ്രേ അപ്ലൈ ചെയ്തിട്ടുള്ള ഇമേജും, അതായത് ഗ്രേ ഷെയ്ഡിലേക്ക് സെറ്റ് ആയി. നെക്സ്റ്റ് ഹ്യൂ റൊട്ടേറ്റ് ആണ്. ഹ്യൂ റൊട്ടേറ്റ് നമുക്കറിയാലോ, CSS നമുക്കൊരു കളർ വീൽ ഉണ്ടാവും. ഇമേജിന്റെ കളേഴ്സ് നമ്മൾ കൊടുക്കുന്ന ഡിഗ്രിക്ക് അനുസരിച്ചിട്ട് ആ കളർ റൊട്ടേഷൻ വരൂലേ. അഗെയിൻ -റൊട്ടേറ്റ് അതിന്റെ വാല്യൂ കൊടുക്കുക. അതിന്റെ കറസ്പോണ്ടിങ് CSS ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹ്യൂ റൊട്ടേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി അല്ലേ സാധാരണ കൊടുക്കുന്നത്. ഹ്യൂ റൊട്ടേറ്റ് 15, 19, 180, 60 ഡിഗ്രി അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമ്പിളും ഇവിടെ ഉണ്ട്. സോ ഞാന് അഗെയിൻ ഇതൊന്ന് കമന്റ് ചെയ്യുവാണ്, ഡിവിഷൻ പേസ്റ്റ് ചെയ്യുവാണ്. കോൺട്രാസ്റ്റിന്റെ ഒന്ന് റിമൂവ് ചെയ്യാൻ കേട്ടോ. -റൊട്ടേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഫസ്റ്റ് വാല്യൂ ഞാൻ കൊടുക്കുന്നത് 15 ആണ്. രണ്ടാമത്തെ വാല്യൂ 60 അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് 90 കൊടുക്കാം. ഫൈനലി നമുക്ക് 180 ഡിഗ്രി കൊടുക്കാം. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ആ കളർ റൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി CSS അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. നെക്സ്റ്റ് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷൻ അഗെയിൻ നമ്മൾ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ 50, 100, 150, 200 വാല്യൂസ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂസിനനുസരിച്ചിട്ട് ആ എലമെന്റിന്റെ സാച്ചുറേഷൻ സെറ്റ് ആവും. അഗെയിൻ ഞാനിതൊന്ന് റൊട്ടേഷൻ്റെ കമന്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് CSS ഇത് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് HTML CSS മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ചെയ്യാം. ഇപ്പോൾ വരുന്ന സീരീസിനെല്ലാം വ്യൂസ് കുറവായതുകൊണ്ടാണ് എനിക്കും ചെയ്യാൻ അധികം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത. Ctrl+D അടിച്ചിട്ട് സാച്ചുറേഷൻ കൊടുക്കുന്ന സാച്ചുറേറ്റ് ഫസ്റ്റ് നമുക്ക് 50 കൊടുക്കാം, രണ്ടാമത്തത് 100, മൂന്നാമത്തെ 150, ഫൈനൽ 200. ഇവിടെ കണ്ടില്ലേ അതിന്റെ കറസ്പോണ്ടിങ് സാച്ചുറേഷൻ വാല്യൂവിനനുസരിച്ചിട്ട് ഇമേജിന്റെ എഫക്ട് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഫൈനലി ബ്ലർ ആണ്. ബ്ലർ നമുക്ക് നൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്മോള്, മീഡിയം, ലാർജ്, XL, 2XL, XXL വരെയുണ്ട്. അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് 2XL എത്തുമ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് ബ്ലർ ആയിട്ടുണ്ട് അല്ലെ ഇമേജ്. അഗെയിൻ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലറിന് ഞാൻ 2 വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് ബ്ലറിന് -സ്മോൾ കൊടുക്കാം, പിന്നെ നമുക്ക് 2XL കൊടുക്കാം. ബ്ലർ -2XL. അഗെയിൻ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ 3XL ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ബ്ലർ ആയി പോയി അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ടെയിൽവിൻഡിലെ മെയിൻ ആയിട്ടുള്ള ഫിൽറ്റർ ക്ലാസ്സസ്. ഇനി ഇത് കൂടാതെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് കൊടുത്തത് കൂടാതെ ഇൻവേർട്ടിന്റെ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ സേപ്പിയ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട്, അത് ട്രൈ ചെയ്തത്. അപ്പൊ ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ടെയിൽവിൻഡിന് ഫ്ലെക്സ് ബോക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ എന്താണെന്ന് ചെക്ക് ചെയ്യാം. CSS ഓൾറെഡി നിങ്ങൾക്ക് ഫ്ലെക്സ് എന്താണെന്ന് അറിയാലോ അല്ലെ. അതായത് ഇതൊരു റെസ്പോൺസീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനൊരു കണ്ടെയ്നർ എലമെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ചൈൽഡ് എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ കണ്ടെയ്നർ എലമെന്റ്സിൽ അതിന്റെ ചൈൽഡ് എലമെന്റ്സ് എങ്ങനെയാ വരണ്ടേന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റോ ആയിട്ടാണോ കോളം ആയിട്ടാണോ ഏത് സെന്ററിലാണോ സ്റ്റാർട്ടിങ്ങിലാണോ ഓരോ എലമെന്റിന്റെയും പൊസിഷൻ എങ്ങനെ വരണം ഒക്കെ നമുക്ക് ഈ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ റെസ്പോൺസീവ് ഡിസൈൻ നമുക്ക് അല്ലെങ്കിൽ ഒരു ലേഔട്ട് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഈ ഫ്ലെക്സ് ക്ലാസ്സസ് യൂസ് ചെയ്യാം അല്ലെ. ഈ ടെയിൽവിൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലെക്സ് തന്നെയാണ് അതിന്റെ ക്ലാസ്. അപ്പോൾ ഫ്ലെക്സ് കൊടുക്കുക. ബൈ ഡിഫാൾട്ട് ആയിട്ട് അത് എലമെന്റ്സിനെ റോ ആയിട്ട് അലൈൻ ചെയ്തിരുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ജസ്റ്റ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഞാനൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്, അതിന് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ മാർജിൻ ഒരു 5 ആണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഫ്ലെക്സ് ഇല്ലാതെ ആദ്യം ഒരു UL ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മുടെ ലിസ്റ്റ് ഒരു 5 ഐറ്റമാണ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 0, 1,
ഇനി ഞാനൊരു ടെയിൽവിന്റെ ക്ലാസ് ഫസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ടീൽ 100 ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാർജിൻ ഒരു 2 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ക്ലാസ് എല്ലാത്തിലേക്കും ഒന്ന് കോപ്പി ചെയ്യാം കേട്ടോ. കണ്ടെയ്നർ എലമെന്റ് ആയിട്ടുള്ളത് ഇവിടെ UL ടാഗ് ആണ് അല്ലെ. അതിന്റെ അകത്ത് ഓരോ ഐറ്റവും LI ടാഗ്. സോ ഞാൻ ഇതിന് ഫ്ലെക്സ് ക്ലാസ് ആഡ് ചെയ്യുവാണ്. ഫ്ലെക്സ് ക്ലാസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈ ഡിഫാൾട്ട് ആയിട്ട് ഇത് അലൈൻ ചെയ്യുന്നത് റോ ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് വന്നില്ലേ. നെക്സ്റ്റ് നമുക്ക് ഈ ഫ്ലെക്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. അതിന് ഫ്ലെക്സ് ഡയറക്ഷൻ നമുക്ക് റോ ആയിട്ട് അത് ബൈ ഡിഫാൾട്ട് സെലക്ട് ചെയ്യുന്നല്ലേ. ഇനി റോ റിവേഴ്സ് കൊടുക്കാം. അപ്പൊ എന്താവും ഈ എലമെന്റ്സിനെ റോ റിവേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എലമെന്റ്സിനെ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഷോ ചെയ്യുന്നത്. ഫ്ലെക്സ് റോ റിവേഴ്സ് എന്ന് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ എലമെന്റ്സിനെ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഷോ ചെയ്യുന്നത്. എനിക്കത് കോളമായിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് കോൾ കൊടുത്താൽ മതി. കോളമായിട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ കോളം നമുക്ക് റിവേഴ്സിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളം റിവേഴ്സ് കൊടുത്താൽ മതി. കോളം വൈസ് എലമെന്റ്സ് റിവേഴ്സ് ഓർഡറിലായിരിക്കും ഷോ ചെയ്യുന്നത്. നെക്സ്റ്റ് ജസ്റ്റിഫൈ ആണ്. ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ഓരോ എലമെന്റും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് സ്റ്റാർട്ടിൽ ചെയ്യാം, എൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ സെന്ററിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ബൈ ഡിഫാൾട്ട് വരുന്ന അതേ പ്രോപ്പർട്ടി ഫ്ലെക്സ് തന്നെ കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റിഫൈ ഞാൻ ഫസ്റ്റ് ഒരു സെന്റർ ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, സെന്ററിൽ അലൈൻഡ് ആയി. ഇനി നമുക്ക് സെന്റർ മാറ്റിയിട്ട് എൻഡ് കൊടുക്കാം. എൻഡിലേക്ക് സെറ്റായി, അല്ലെങ്കിൽ സ്റ്റാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ എലമെന്റ്സിന്റെ ഇടയിൽ സ്പേസ് അതൊരു ഗ്യാപ്പ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കൊടുത്താൽ മതി. ജസ്റ്റിഫൈ സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുക. ഈ എലമെന്റ്സിന്റെ ഇടയിൽ കണ്ടില്ലേ, ഇത് സ്പേസ് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓർഡർ എങ്ങനെയാ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എലമെന്റ്സിന് ഇപ്പൊ നമ്മൾ നേരത്തെ റിവേഴ്സിലും അതുപോലെ തന്നെ അതിന്റെ നമ്മൾ റെൻഡർ ചെയ്ത ഓർഡറിൽ വരെ ഡിസ്പ്ലേ ചെയ്തത്. അതിന് പകരം സ്പെസിഫിക് ആയിട്ടൊരു എലമെന്റ് ഈ പൊസിഷനിൽ വരണം. അതായത് ഇപ്പൊ ഞാൻ പറയുവാണ് എനിക്ക് ഈ ഫസ്റ്റ് എലമെന്റ് ലാസ്റ്റിൽ വന്നാൽ മതി. അപ്പൊ ആ എലമെന്റിന്റെ അകത്ത് പോയിട്ട് ഓർഡർ ലാസ്റ്റ് എന്ന് കൊടുക്കാം. ലാസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എലമെന്റ് നമുക്ക് ലാസ്റ്റിലേക്ക് വന്ന് സെറ്റ് ആയി. ഇതേപോലെ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. അപ്പൊ ഇതിന് ഞാനൊരു 5 കൊടുക്കുവാണ്. നെക്സ്റ്റ് ഇതിന് ഓർഡർ 2 കൊടുക്കുന്നു. ഇതിന് ഓർഡർ 1 കൊടുക്കുന്നു. ഇതിന് ഓർഡർ 4, ഓർഡർ 3 കൊടുക്കാം. നമുക്ക് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റ്സിന് ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് ഇവിടെ നമുക്ക് ഓരോ എലമെന്റിനും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഫ്ലെക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് CSS ഒട്ടും ഫ്ലെക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ CSS എന്താണ് ഫ്ലെക്സ് എന്ന് നോക്കിയിട്ട് വന്നിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് CSS ഗ്രിഡ് എങ്ങനെയാണ് ടെയിൽവിൻ CSS യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതിന്റെ ക്ലാസ്. ഹൈഫൻ ഇട്ടിട്ട് നിങ്ങൾക്ക് നമ്പർ ഓഫ് റോസ് എത്ര വേണോ റോസും അതിന്റെ കൗണ്ടും കൊടുക്കാം. അതുപോലെ തന്നെ കോളംസും കൗണ്ടും കൊടുക്കാം. ഇനി കോളം റോയും കൊടുത്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫാൾട്ട് എലമെന്റിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാൻ അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പൊ മൾട്ടിപ്പിൾ റോസ് നമ്മൾ CSS സ്പാൻ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഫസ്റ്റ് ഞാനൊരു കണ്ടെയ്നർ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാന് അതിന്റെ വിഡ്ത്ത് ആയിട്ട് ഞാനൊരു 100 ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഗ്രിഡ് എലമെന്റ്സ് വരാൻ വേണ്ടിയിട്ട് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാനൊരു പാഡിങ് ഒരു 2 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു ഞാൻ 200 ആണ് സെറ്റ് ചെയ്യുന്നത്. ഒരു 9 ഐറ്റം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഞാനൊരു ഗ്രിഡ് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഗ്രിഡ് കോളം ഒരു 3 അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, 3 കോളം ഉള്ള അത് ഇപ്പൊ 3 കോളംസ് ഉള്ള ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ മാർജിൻ ഒരു 3 കൊടുക്കുവാണ്. നെക്സ്റ്റ് നമുക്ക് ഗ്യാപ്പ് അപ്ലൈ ചെയ്യണം. ഈ എലമെന്റ്സിന് ഇടയിൽ ഗ്യാപ്പ് വേണമെന്നുണ്ട്. ഗ്യാപ്പ് ഹൈഫൺ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കൊടുത്താൽ മതി. ഞാനിവിടെ 4 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ എലമെന്റ്സിന് ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടില്ലേ. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പാൻ ചെയ്യണം. അതായത് എനിക്കിപ്പോ ഫസ്റ്റ് റോയിൽ ഒരു റോ കോളം സ്പാൻ വരണം. കോളം സ്പാൻ ഒരു 2 വരണം എന്ന് വിചാരിച്ചു. അപ്പൊ കണ്ടില്ലേ, 2 അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്.
ഈ കോളം സ്പാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് റോ സ്പാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോസ് -span-2 കൊടുത്താൽ മതി. ഇവിടെ കോളം സ്പാനും അപ്ലൈ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ റോ സ്പാനും അപ്ലൈ ആയിട്ടുണ്ട് 2 വെച്ചിട്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടെയ്നർ ക്ലാസ്സസ് ഫ്ലെക്സിന്റെയും ഗ്രിഡിന്റെയും. അപ്പൊ ഇത് കൂടാതെ നമുക്ക് ഓട്ടോ ഫ്ലോ, ഓട്ടോ കോളംസ്, റോസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മെയിൻ ആയിട്ടുള്ള ടെയിൽവിൻ ക്ലാസ്സസ് ഇതൊക്കെയാണ്. പിന്നെ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്